എന്തെറ്റി? എനിക്ക് ഭയങ്കര ക്ഷീണം. രാവിലെ എണീറ്റാലൊക്കെ ഒരു ഛർദിക്കാൻ വരലൊക്കെ. ഷുഗർ ഉണ്ടോ? ഷുഗർ ഒന്നുമില്ല. വയറുവേദന, വയറിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഒരു കുഴപ്പമുണ്ട് എനിക്ക്. നിങ്ങളുടെ അടുത്ത് വന്നാട് കാണിച്ചൊന്ന് ഉറപ്പാക്കാൻ വിചാരിച്ച്. ഇപ്പൊ എന്റെ അടുത്ത് വരാപ്പ എന്താ വയറ്റിലുണ്ടോ? അങ്ങനെ സംശയം എനിക്ക് ഉണ്ട്. ഇവരൊക്കെ എനിക്ക് കുറച്ച് ദിവസം മുമ്പ് വന്ന് പോയും ചെയ്ത്. ഇപ്പൊ മക്കളോടും മരക്കളോടൊന്നും സംശയം പറയാൻ പറ്റൂലല്ലോ. ആ പ്രായമല്ലല്ലോ ഇപ്പൊ അത്. അതുകൊണ്ട് നിങ്ങളടുത്ത് നേരത്തെ വന്ന പള്ളയിൽ അനക്കൊക്കെ വരാൻ തുടങ്ങിയാണ്. പേടിയാവുന്നുണ്ട്. പള്ളയിൽ അനക്കോ? ഗ്യാസ് ആയിരിക്കും. അല്ലകൾ നോക്കിന്നെ, നിങ്ങൾ നോക്കിയാണ് ആകെ ബേജാറായി വന്ന അപ്പൊ നിങ്ങളെ അടുത്തേക്ക്. നോക്കാം, കിടന്നോ. മൂപ്പരാക്ക് വന്നു പോയിട്ട് എത്ര കാലായി? നിങ്ങളിപ്പോ എനിക്ക് കറക്റ്റ് കണക്കൊന്നും ഓർമ്മയില്ല. ഒക്കെ നമ്മള് ഓർത്തെക്കും. പരിശോധിച്ചു. ഗർഭം ഉണ്ടല്ലോ 6 മാസം, അതാണ് വയറ്റിൽ അനക്കം തോന്നുന്നത്. ഞാൻ അപ്പളാ പറഞ്ഞില്ലേ. മൂപ്പരാക്ക് വന്നു പോയിട്ട് എത്ര കാലായി? നീ നോക്കിയില്ല. എന്റെ പഠിച്ചോനെ എണീച്ച കണ്ടു. വെള്ളം വേണോ? ശരിക്കും പേടിക്കല്ലേ? നമുക്ക് മാർഗം ഉണ്ടാക്കാം. നിങ്ങൾ പ്രസവിച്ചാൽ ഞാൻ എടുത്തോളാം. പറഞ്ഞ ശരിയാവില്ലേ? മക്കളും പേരക്കുട്ടികളൊക്കെ ഉള്ളോടത്തിന്റെ പഠിച്ചോനെ ഞാൻ നാട്ടുകാരോട് എന്താ പറയും? കരയല്ലേ ഇങ്ങള്? ഞാൻ തമാശ പറഞ്ഞാണ്, ഒന്നുമില്ല. എന്റെ ഡോക്ടറെ പേടിപ്പിച്ചല്ലോ. അത് പേടി മാറ്റാൻ നിങ്ങളടുത്തേക്ക് വന്ന് നിങ്ങൾ വല്ലാത്തൊരു പണിയാ ചെയ്ത്. മാസക്കുളി നിന്നിട്ട് എത്ര കാലായി ഇങ്ങക്ക്? എന്നിട്ട് ഇന്ന് എങ്ങനെയാ ഗർഭം ധരിക്കുക? ഉണ്ടാവൂലേ ഇപ്പൊ? നിങ്ങൾ അണ്ടാശയവും ഗർഭപാത്രം എല്ലാം ചുരുങ്ങിപ്പോയി. അതൊന്നും വർക്ക് ചെയ്യുന്നില്ല ഇനി. അതിനൊന്നും അതവിടെ ഉണ്ടെന്നേ ഉള്ളൂ. അത് പ്രത്യേകിച്ച് ഒരു റോളും അതിനില്ല. അപ്പൊ മൂപ്പരാക്ക എത്ര പ്രാവശ്യം വന്നു പോയാലും നിങ്ങൾക്ക് ഗർഭം ധരിക്കൂല. ഞാൻ അറിയില്ല. എത്ര ദിവസം ബേജാറായി നടന്നു. നിങ്ങളടുത്ത് വന്ന് നന്നായി. അങ്ങനെ വന്നാ മതി ഇടക്കിടക്ക്. എനിക്ക് ഫീസ് കിട്ടുമല്ലോ. ഡോക്ടറെ എനിക്ക് സമാധാനമായി.